ലൈംഗിക അധിക്ഷേപ കേസിൽ ജാമ്യം ലഭിച്ചെങ്കിലും പുറത്തിറങ്ങാനാകാതെ ബോബി ചെമ്മണ്ണൂർ. ജാമ്യ ഉത്തരവ് ഇതുവരെയും ജയിലിൽ എത്തിയിട്ടില്ല. അതേസമയം കർശന ഉപാധികളോടെയാണ് കോടതി ജാമ്യം അനുവദിച്ചത്. ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്നും കോടതി വിലയിരുത്തി. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, ജാമ്യം അനുവദിച്ചെങ്കിലും ബോബി ചെമ്മണ്ണൂരിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. ജാമ്യ ഉത്തരവ് ഇതുവരെയും ജയിലിൽ ലഭിക്കാത്ത ഒരു പ്രശ്നമുണ്ട്. അതേപോലെ ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് വിമോചിതൻ ആകുന്നതിന് വിമുഖത പ്രകടിപ്പിച്ചു എന്നുള്ള വാർത്തയും പുറത്തു വരുന്നുണ്ടല്ലോ സുധീഷ്. വിനോദ്, ഇന്ന് വൈകിട്ട് 3:30 ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഹൈക്കോടതിയിൽ നിന്നും ലഭിക്കുന്നത്. അതിനുശേഷം 4:45 ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും ബോണ്ട് വ്യവസ്ഥകളെല്ലാം അംഗീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യ ഉത്തരവ് കൈമാറിയിരുന്നു. അഭിഭാഷകൻ കോടതിയിലേക്ക് വരികയാണെന്ന് ആ സമയത്ത് നമ്മൾ വിളിക്കുമ്പോൾ ഫോണിൽ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ബോബി ചെമ്മണ്ണൂരിന്റെ മോചനം കാത്ത് നിന്ന നിരവധി ആരാധകർ ഏതാണ്ട് 3 മണിയോടുകൂടി തന്നെ കാക്കനാട്ടെ ജില്ലാ ജയിലിന് മുൻപിൽ നിൽപ്പുണ്ടായിരുന്നു. അവരടക്കം മറ്റ് ബന്ധുക്കളും അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഏതാണ്ട് 6:30 കഴിയും വരെയും ഈ ജയിലിൽ നിന്നും മോചിപ്പിക്കുന്നതിന് വേണ്ട പേപ്പറുകളുമായി അഭിഭാഷകൻ അവിടെ എത്തിയിട്ടില്ല. അപ്പോഴാണ് സംസാരിക്കുമ്പോൾ അറിയുന്നത് ഇന്നില്ല മോചനം, നാളെ ഉണ്ടാവൂ എന്ന് കേൾക്കുന്നു. എന്നാൽ ഇതേ സാഹചര്യത്തിൽ തന്നെ ജയിലിൽ കഴിയുന്ന ജാമ്യം അനുവദിച്ചിട്ടും അതിന്റെ ജാമ്യ വ്യവസ്ഥ പ്രകാരമുള്ള 2 ആൾജാമ്യമോ ഇല്ലെങ്കിൽ ബോണ്ടോ വെക്കാൻ പണമില്ലാത്ത അത്തരം ബുദ്ധിമുട്ട് മൂലം ജയിലിൽ തന്നെ കഴിയേണ്ടി വരുന്ന നിരവധി പേരുണ്ട്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ജയിൽ മോചിതനാകുന്നില്ല എന്ന് ബോബി ചെമ്മണ്ണൂർ ഒരു നിലപാടെടുത്തതെന്ന വിവരങ്ങൾ ചില ഭാഗത്തു നിന്ന് വരുന്നു. അതെ, വ്യക്തമാണ്. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ അദ്ദേഹത്തിന് ജയിൽ വിമോചനാകാൻ കഴിഞ്ഞിട്ടില്ല. അതിനിടെ ജയിലിൽ നിന്ന് വിമോചിതനാകുന്നതിന് ചില വിമുഖതയും അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൽ.